അത് കേരളത്തിൽ ആദ്യത്തെ സംഭവമായിരുന്നു. വലിയ ഇത്രയും വലിയൊരു 10,000 സ്ക്വയർ ഫീറ്റുള്ള സ്റ്റേജിൽ ഇത്രയും വലിയ ആൾക്കാരെ വെച്ചൊക്കെ അവതരിപ്പിക്കുന്നത് അത് വലിയൊരു സംഭവമായിരുന്നു. അതിനുശേഷം വളരെ പ്രശസ്തമായ നാടകങ്ങളാണ് കലാനിലയം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. കടമറ്റത്ത് കത്തനാർ, നിങ്ങൾ സീരിയലൊക്കെ ഇട്ടുണ്ടാവും കടമറ്റത്ത് കത്തനാർ അല്ലേ? പക്ഷെ ആദ്യമായിട്ട് കടമറ്റത്ത് കത്തനാർ, ഐതിഹ്യമാരിൽ കടമറ്റത്ത് കത്തനാർ എന്ന് പറഞ്ഞൊരു ചെറിയ കഥയെ ഒരു വലിയൊരു കലാരൂപമായിട്ട് അവതരിപ്പിച്ചത് കലാനിലയമായിരുന്നു. അതിനുശേഷമാണ് സിനിമകളും ഒക്കെ വന്നിട്ടുള്ളത്, സീരിയലും ഒക്കെ വന്നിട്ടുള്ളത്. കലാനിലയത്തിന്റെ നാടകം കണ്ടിട്ടും അതിന്റെ വിജയ സാധ്യത കണ്ടിട്ടുമാണ് വന്നത്. അതുപോലെ കായംകുളം കൊച്ചുണ്ണി, നിങ്ങൾ കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുമ്പോൾ ഇപ്പൊ നിവിൻ പോളി അഭിനയിച്ച തുടങ്ങി മൃദുലയാണ് ഇതിനകത്ത് രാധമ്മയായിട്ട് കല്യാണം കഴിച്ചു വരുന്ന കുട്ടിയാണ്. നിങ്ങൾക്ക് സന്തോഷായോ? എനിക്ക് നല്ലോണം സന്തോഷം. ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഓണായിരുന്നു അവിടെയും ഇവിടെയും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ നാളെയും വരണേ. ആ നായകന്റെ ചേച്ചിയായിട്ട് അഭിനയിച്ച ആള് കൃഷ്ണകുമാരി എന്ന് പറഞ്ഞ സൂസന്ന വർഷങ്ങളായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്ന ആളാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നാടകം ഇഷ്ടമല്ലേ എല്ലാവർക്കും? നിങ്ങളുടെ വായ്പ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും താങ്ക്സ്. ഇനി നിങ്ങൾ എല്ലാവർക്കും ചെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളെ കൊണ്ടുവരണം. എല്ലാവരും നാടകം എപ്പോഴും കാണണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യമായിട്ട് സയന്റിസ്റ്റ് ഇതിന്റെ ഡയറക്ടർ അഞ്ചോണ്. ഞാൻ ഒരുപാട് എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം. ഞാനൊരു സത്യം പറയട്ടെ, ഇത്രയും വൈബുള്ള കുട്ടികൾ ഈ കേരളത്തിൽ രോമാഞ്ചം. ഞങ്ങളവിടെ ഓരോ സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ആ സീൻസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാൻഡ്സ് ഓഫ്. ആ മന്ത്രവാദി എങ്ങനെയാണ്? സൂര്യകാന്തി മന്ത്രവാദി. ഓക്കെ, മന്ത്രവാദിയായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ലക്ഷ്യം തളച്ചത്. ഓക്കെ, എന്റെ പേര് വേദനാഥൻ, പയ്യന്നൂരാണ് എന്റെ സ്വദേശം. അപ്പൊ ഇത്രയും നല്ലൊരു വേദി ഒരുക്കി തന്ന നിങ്ങളോട് എങ്ങനെ നന്ദി പറയാൻ അറിയില്ല. അത് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു. ഇതിനകത്ത് കമ്മീഷനായിട്ട് നായകന്റെ അച്ഛനായിട്ട് വന്നേ കമ്മീഷനായിട്ട് അദ്ദേഹത്തോട് സന്തോഷമാണ് അദ്ദേഹത്തിന്റെ പേര്. സന്തോഷം പണ്ട് കലാലയത്തിൽ ഉണ്ടായിരുന്ന ആണ്. കുറേ നാട് കലാലയത്തിലെ കുറേ നാട് കടമറ്റത്തിൽ കത്തനാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതെ. എല്ലാവർക്കും നമസ്കാരം. അത് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. വളരെ സന്തോഷം. ഇനി ആ സയന്റിസ്റ്റിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് ഒരു ഭയങ്കര പേടി കൂടിയായിട്ട് എടുത്തല്ലേ ദിനേശ്. ഇനി അതിനകത്ത് ആ രാധമ്മയുടെ ഒരു കടയാറ്റുണിത്താരൻ എന്ന് പറഞ്ഞ മന്ത്രവാദി ഉണ്ടായിരുന്നില്ലേ? അത് വിനു ഇല്ലേ അവിടെ? വിനു. ആ വിനു. അഭിനയിച്ചിരിക്കുകയാണ്. അവാർഡ് ജേതാവാണ്. നാടകം സംവിധാനം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ജീവിതത്തിലെ ഏറ്റവും നല്ല വസന്തകാലത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഈ നാടകത്തിന്റെ എക്സ്പീരിയൻസ്
വർഷങ്ങൾ കഴിയുമ്പോൾ ആസ്വാദനത്തോടുകൂടി ഏറെ മധുരത്തോടുകൂടി ഓർക്കാൻ കഴിയുന്ന ഒരു അനുഭവമായിരിക്കും ഏഷ്യയിലെ ഏറ്റവും വലിയ നാടക സംഗീതമായ കലാനിലയത്തിന്റെ ഡയറക്ഷൻസ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? താങ്ക് യു വെരി മച്ച്. ഇനി ഇതിനകത്ത് നിങ്ങൾ പേടിച്ചിട്ടില്ലാന്ന് എനിക്കറിയാം. ആ രക്തരക്ഷസായിട്ട് അഭിനയിച്ച ആളുണ്ടല്ലോ, ഇത് പത്തനംതിട്ടക്കാരിയാണ് കേട്ടോ, നിങ്ങളുടെ നാട്ടുകാരിയും കൂടിയാണ്. ആഘോഷിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങളുടെ ആ എനർജിയാണ് ഞങ്ങൾക്ക് തരുന്നത്. ആ ലക്ഷ്മിയുടെ അച്ഛൻ ഭയങ്കര സീനിയറാണ്, മണി എന്നാണ് പേര്. അദ്ദേഹത്തിന് പോയോ? ഓക്കെ ഓക്കെ, അദ്ദേഹം സീരിയസ്ലി വയ്യാത്ത കാരണം നേരത്തെ പോയി. ഇനി ഇതിനകത്ത് നായകൻ ഇദ്ദേഹം വർഷങ്ങളായിട്ട് കലാനിലയത്തില് നായകനായിട്ട് തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ, വർഷങ്ങളായിട്ട്. അതിൽ കടമറ്റത്ത് കത്തനായിരുന്ന നാടകവും അതിലുണ്ടായിരുന്ന എല്ലാ നാടകങ്ങളും ഈ രക്തരക്ഷത്തില് വർഷങ്ങളായിട്ട് ഇതേ വേഷം നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരം സ്വദേശിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ഗുരുത്വം കേട്ടോ. കാരണം ഇവിടെ എന്തെങ്കിലും എന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാറിന്റെ എല്ലാ സപ്പോർട്ടും സാറിന്റെ നിർദ്ദേശങ്ങളും മാത്രമാണ്. അതിലുപരി നിങ്ങളോടൊക്കെ ഇങ്ങനെ മുമ്പിൽ സംസാരിക്കാനും അഭിനയിക്കാനൊക്കെ സാധിച്ച ഒരുപാട് സന്തോഷം. കാരണം കുഞ്ഞുമക്കളാണ് നിങ്ങളൊക്കെ നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ വയറ്റിൽ നമുക്ക് ഒരുപാട് എനർജി നൽകിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും സന്തോഷം. ഇനി നാടകങ്ങളുള്ളപ്പോൾ കാണാൻ പോകണം കേട്ടോ. എല്ലാവരും നാടകം കാണണം. ശരി, ഓക്കെ. ഇനി ആദ്യം ഈ സുന്ദരിയാവുന്നതിന് മുമ്പ് വൈദ്യന്റെ മകളായിട്ട് അഭിനയിച്ചില്ലേ, അവളാണോ മരുന്ന് കഴിച്ച് സുന്ദരിയായത്? ആ കുട്ടിയെ വിളിക്കാം. ഇപ്പൊ പുതുതായിട്ട് നമ്മുടെ കൂടെ കൂടിയതാണ്. പക്ഷെ വളരെ മനോഹരമായിട്ടാണ് വേഷം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കുറേ ആൾക്കാർ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്, ഓരോരോ വേഷം. ആ പോലീസ് SI ആയിട്ട് അഭിനയിച്ച റഷീദ് അല്ലെ, വരും. അതിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും വരും. മോഹനും നിങ്ങളെല്ലാവരും വരും. ആ പോലീസിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും. ഇവരാണ് ആദ്യം പോലീസുകാരായിട്ട് അഭിനയിച്ചത്. ഇവരൊക്കെ നാടകത്തിൽ അഭിനയിച്ചിട്ട് വർഷങ്ങളായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. ഹായ്, വളരെ സന്തോഷം നിങ്ങളുടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ആ സപ്പോർട്ട് ഭയങ്കര ആവേശമായിരുന്നു. ഭയങ്കര സന്തോഷം. ഇനി ആ ചേച്ചിയുടെ ഭർത്താവായിട്ട് അഭിനയിച്ചില്ലേ, അദ്ദേഹം ജയൻ മൂലയാണ്. കുറേ നാളുകളായിട്ട് വളരെ അവാർഡുകൾ മേടിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. നമസ്കാരം. എല്ലാവർക്കും നാടകം ഇഷ്ടായി എന്ന് അറിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. നല്ലൊരു സദസ്സ് ഒരുക്കി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളെല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. നന്ദി, സ്നേഹം. നമുക്ക് ഈ നാടകം നിങ്ങൾ മനസ്സിലായില്ലേ, ഇത് നാടകം ഇപ്പൊ ലൈവായിട്ട് രക്തരക്ഷസ് ഉണ്ട്. ഇങ്ങനെയാണ് രക്തരക്ഷസ് ഉണ്ടായത് എന്നൊരു കഥ പറച്ചിലായിരുന്നു രക്തരക്ഷസിന്റെ ഫ്ലാഷ് ബാക്ക്.
ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലേ രക്തരക്ഷസ്. ഇനി നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗം രക്തരക്ഷസ് ചാപ്റ്റർ 2-ലും കാണിക്കും. ഇനി ഈ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആളുണ്ടല്ലോ, ഒരു പ്രായം ചെന്ന അദ്ദേഹം വിളിക്കാം. ഹലോ, നാടകം ഇഷ്ടമായോ? അപ്പൂപ്പൻ ഇഷ്ടമായോ? എന്നാലും എന്റെ ജീവിതത്തില് 30 വർഷമായി ഞാൻ പ്രൊഫഷണൽ നാടക രംഗത്ത്. ഇങ്ങനെ ഒരു അനുഭവം ആദ്യമാണ്. ഇങ്ങനെ ഒരു നാടകം കളിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു അനുഭവമാണ്. എനിക്ക് കലാലയത്തിലൂടെ സാറിനും കലാലയത്തിനും അതുപോലെ ഈ നാടക വസ്തുക്കൾ നിങ്ങൾക്ക് എല്ലാവരും ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ ഇനി നമ്മുടെ ആ പോലീസുകാരനായിട്ട് വന്നില്ലേ ഇവിടെ, അദ്ദേഹത്തിന്റെ കമ്മീഷണർ കൂടെ വന്നില്ലേ, ഉഷാദരൻ. അതായത് നമ്മുടെ നായകന്റെ ചേച്ചിയായിട്ട് അഭിനയിച്ച അവരുടെ ഹസ്ബൻഡ് കൂടിയാണ്. അവർ രണ്ടുപേരും വർഷങ്ങളായിട്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഉഷാദരൻ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ നാടകം കണ്ടു, നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ പ്രായത്തോടും നിങ്ങൾക്ക് ഓർക്കാവുന്ന ഒരു നാടകമായിരിക്കും ഈ രക്തരക്ഷസ്. ഒരു സംശയം വേണ്ട. ഇപ്പൊ ചില പ്രായമുള്ള ആളുകളോട് ഈ നാടകം കാണുമ്പോഴും അവർ പറയാറുണ്ട്, ഞങ്ങളിത് ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളതാണ്. അതേപോലെ നിങ്ങൾക്ക് എന്നും ഓർമ്മിക്കാനുള്ള നാടകമായിരിക്കും രക്തരക്ഷസ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ പാരൻസിനോട് എല്ലാവരോടും പറയണം, ഈ നാടകം വന്ന് കാണണം. നിങ്ങൾ പറഞ്ഞേക്കണം, ഈ നാടകം കാണണമെന്ന് പറയും കേട്ടാ എല്ലാവരും. ഓക്കെ, താങ്ക് യു. വണ്ടി ഓടുന്ന ഡ്രൈവറില്ലേ, ഒരു പേടിക്കൂടി ഡ്രൈവർ, പിന്നെ അദ്ദേഹം തന്നെയാണ് ആ മറ്റേ മന്ത്രവാദിയുടെ അസിസ്റ്റന്റ് ആയിട്ടും വരുന്നത്. അദ്ദേഹം വിളിക്കാം സജി. നമസ്കാരം. അപ്പോ എല്ലാവരെയും നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇതിന്റെ കൂടെ കുറെ ഗ്രൂപ്പുകളിൽ സപ്പോർട്ട് ചെയ്ത കുറെ കുട്ടികളുണ്ട്. അവരെല്ലാവരും വരട്ടെ. ആ എയർ ഹോസ്റ്റസ്, മറ്റേ ഡാൻസ് ചെയ്ത കുട്ടികൾ, അവരെല്ലാവരും വരട്ടെ. അവരെല്ലാവരും വരും. ഇവര് വീട്ടിൽ പോയിട്ടുണ്ട്. ഇവര് മാത്രമല്ല, ഇനിയും കുറെ ആൾക്കാരുണ്ടായിരുന്നു. രാത്രിത്തെ ഷോയിലേ വരുള്ളൂ. ഇവരൊക്കെയാണ് സപ്പോർട്ടിംഗ് ആയിട്ട് ഇവരുടെ കൂടെ നിന്ന ആൾക്കാര്. ഇവരാണ് ഡാൻസ്, ആവാഹനം, അതിനൊക്കെ കൂടെ വന്നില്ലേ. ഇവരൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നായകന്മാർക്ക് എല്ലാം കാണിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ കാണിക്കാൻ ഇത്രയും സപ്പോർട്ട് ചെയ്ത് കുറെ ആൾക്കാർ വേണം, അല്ലെ? അപ്പൊ അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത്. ഓക്കെ, ഇനി ആരെ കഴിക്കുന്നുണ്ട്? മറന്നുപോയല്ലോ. വിളിക്കണോ? വേണോ? എന്നാ യക്ഷി എന്ന് വരച്ചേക്കോട്ടെ. ഇതാണ് നമ്മുടെ യക്ഷി. നിങ്ങൾക്ക് യക്ഷി ഇഷ്ടപ്പെട്ടോ? ആർക്കും യക്ഷിയോട് ദേഷ്യം തോന്നിയില്ലേ? ഇത്രയും പേരെ കൊന്നിട്ട് നിങ്ങൾക്ക് അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് നമിത എന്നാണ്. ഇദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. പ്രൊഫഷനും പാഷനും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. രണ്ടും വേണം, അല്ലേ? പാഷൻ വേണം, പ്രൊഫഷൻ വേണം. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പലരും
പാഷന്റെ പിന്നാലെ കുറച്ച് വരും, ചിലപ്പോൾ പ്രൊഫഷന്റെ പിന്നാലെ പോകുമ്പോൾ മനസ്സ് നമ്മുടെ പാഷൻ വേറെ ആയിരിക്കും, മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കും ആ ജോലി ചെയ്യുന്നത്. പക്ഷെ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ പാഷന്റെ കൂടെ പോയ ആളെ വലുതായിട്ടൊന്നും പഠിക്കാൻ പോയില്ല, നാടകത്തിന്റെ കൂടെ പാഷന്റെ കൂടെ പോയി. അപ്പൊ ഈ കുട്ടി രണ്ടും ഒരു അവിടെ വീട്ടില് രാവിലെ ഒക്കെ വർക്ക് ചെയ്യും, വൈകുന്നേരം ജോലി ചെയ്യും. അപ്പൊ നമിത എന്നാണ് പേര്, ഞാൻ നമിതയ്ക്ക്. നമസ്കാരം. ഞങ്ങൾക്ക് കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് ഓഡിയൻസ് ആണ് നിങ്ങൾ. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ തന്നെ പറഞ്ഞു. പക്ഷെ നിങ്ങളെക്കാളും കൂടുതൽ സ്റ്റേജിൽ ഇത് ആസ്വദിച്ച് ചെയ്തത് ഞങ്ങളാണ്. യക്ഷിയെ പേടിച്ചോ? ടെക്നോളജി സ്മാർട്ട് ഫോൺസിലാണെങ്കിലും നെറ്റ്ഫ്ലിക്സിലാണെങ്കിലും ഇതിനേക്കാളും ഗംഭീരമായ കാര്യങ്ങൾ കാണുന്ന ആൾക്കാരാണ്. നെക്സ്റ്റ് ലെവലിൽ നമ്മൾ പേടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇത്ര ഒരു എക്സ്പീരിയൻസ് തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്വീകരിക്കുന്നത്. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, നിങ്ങളത് ആസ്വദിച്ചു, ഞങ്ങൾക്ക് സന്തോഷം. ഇനിയും ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ഫാമിലീസും ഇതുപോലെ തന്നെ ഷോ വന്ന് കാണണം, ആസ്വദിക്കണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഉണ്ടാവില്ലേ? നിങ്ങൾ ഈ പ്രാവശ്യം പേടിച്ചില്ല. ഞങ്ങൾ ചാപ്റ്റർ 2 വരുന്നുണ്ട്, അന്ന് നിങ്ങളെ ഞങ്ങൾ പേടിപ്പിച്ചു. ഇതൊക്കെ ആർട്ടിസ്റ്റ് ഭാഗമാണ്. പക്ഷെ ആർട്ടിസ്റ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു ഘടകം ഏതാണ്? സ്റ്റേജ് സെറ്റിങ്സ്, സൗണ്ട് എഫക്ട്സുകള്, ലൈറ്റ്, ആ ഒരു ഘടകം ഉള്ളതുകൊണ്ട് വെറുതെ യക്ഷമെന്ന് നിങ്ങൾ ആരെങ്കിലും പേടിക്കൂ? അല്ലെങ്കിൽ സ്വപ്നസീനാണ് സെറ്റിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കുറേ ഘടകങ്ങളാണ്, വലിയൊരു ഘടകമാണ് സെറ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾ. അവരെല്ലാവരും വരുമ്പോൾ സെറ്റിലെ കുട്ടികളെല്ലാം കൈകൾ. അപ്പൊ ഇവരുടെയും കൂടി വലിയൊരു എഫർട്ട് ഉണ്ട്. നാടകം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്, അല്ലെ? അതേപോലെയാണ് നമ്മുടെ എല്ലാ വിജയങ്ങൾക്കും ഒരു കൂട്ടായ്മ, എല്ലാ വിജയങ്ങൾക്കും വേണം. നമ്മുടെ സ്കൂളിലെ ഓരോ സ്പോർട്സിനായാലും മറ്റേതൊക്കെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് എല്ലാത്തിന്റെയും ഏറ്റവും ഉന്നതമായ വിജയം. അപ്പൊ ഏതായാലും മറ്റുള്ള പബ്ലിക്കിന്റെ നാടകം അഭിനയിക്കുന്നതിനേക്കാളും കൂടുതലാണ് ഇവർക്ക് നിങ്ങളുടെ കുട്ടികളുടെ ഷോ. കാരണം നിങ്ങൾ ഓരോ സീൻ വരുമ്പോഴും ഭയങ്കരമായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അത് ഇവർക്കും കൂടി ഒരു എൻജോയ്മെന്റ് ആണ്. ഏതായാലും നിങ്ങളുടെ ഇവിടെ വന്ന് നാടകം കണ്ട് നിങ്ങൾ അത്രയും ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്നതിന് താങ്ക് യു. അവര് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റിയ സ്കൂളിന്റെ എല്ലാ അധികൃതര്, ടീച്ചർമാര്, അവർ വലിയൊരു എഫർട്ട്. ഇത്രയും കുട്ടികളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ടീച്ചർമാരെ പേരെടുപ്പിച്ച് പൈസ കൊണ്ടുവന്ന് അതിന്റെ മാനേജ്മെന്റിനും ടീച്ചേഴ്സിനും അതിന്റെ ഈവൻ കുട്ടികളെ കൊണ്ടുവന്ന ഡ്രൈവേഴ്സ് എല്ലാവർക്കും ഏരീസിന്റെ ഒത്തിരി സ്നേഹം. താങ്ക് യു. അപ്പോ